മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ 3 ദിവസമായി വെള്ളമില്ല. കഴിഞ്ഞ 3 ദിവസമായി ആശുപത്രിയിൽ വെള്ളമില്ലെന്ന പരാതിയുമായി രോഗികൾ രംഗത്തെത്തി. ഡിസ്ചാർജ് ഡേറ്റിന് മുന്നേ ഡിസ്ചാർജ് വാങ്ങി പോവുകയാണെന്നും ആശുപത്രിയിലെത്തിയ രോഗികൾ പറയുന്നു. കുട്ടികളുടെ വാർഡിലും പ്രസവ വാർഡിലുമാണ് വെള്ളമില്ലാത്തത്. സുജു ടി ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുജു, ഇത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 ദിവസമായി ഒരു ആശുപത്രിയിൽ വെള്ളമില്ല എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മഴ സമയമാണ്, നിരവധി രോഗികളൊക്കെ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി എത്തുകയും ചെയ്യുന്ന സമയമാണ്. ആ ഘട്ടത്തിൽ പോലും മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ പോലും ആരോഗ്യ വകുപ്പിന് സാധിക്കുന്നില്ല. എന്താണ് അവിടുത്തെ സാഹചര്യം? തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മഴക്കാലത്ത് നല്ല ആശുപത്രിയിൽ ഏത് സമയത്താണെങ്കിലും വെള്ളം ആവശ്യമാണ്. പ്രത്യേകിച്ച് അക്ഷയ് സൂചിപ്പിച്ചുള്ള മഴക്കാലത്ത് അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. കാരണം ധാരാളം രോഗികൾ എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എവിടൊക്കെയാണ് വെള്ളമില്ലാതെന്ന ചോദ്യത്തിന് ഉത്തരം വരുമ്പോൾ കുട്ടികളുടെ വാർഡിലും പ്രസവ വാർഡിലും വെള്ളമില്ല. നമുക്കറിയാം, കൊച്ചുകുട്ടികളുമായി എത്തുന്ന അച്ഛൻ, അമ്മ അല്ലെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ തന്നെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സ്ത്രീകളുടെ പ്രസവ വാർഡിൽ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഈ പ്രസവ വാർഡ് ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ ശുചിമുറി സൗകര്യം പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല ഈ വെള്ളം ഇല്ലാത്തത് കൊണ്ട് എന്ന അവസ്ഥയാണുള്ളത്. വളരെ ദയനീയമായ സാഹചര്യം. എന്നാൽ ഈ രോഗികൾ തന്നെ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഡിസ്ചാർജ് മേടിച്ച് പോകേണ്ട ഒരു സാഹചര്യം. ഇത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കോഴഞ്ചേരി ആശുപത്രി എന്ന് പറയുന്നത് പത്തനംതിട്ടയുടെ ജില്ലാ ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ മികച്ച ചികിത്സയ്ക്കായി എത്തുന്നത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയാണ്. അല്ലെങ്കിൽ പിന്നെ കോന്നി മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ പോകേണ്ടതായിട്ട് വരും. ഇതിനേക്കാളും വലിയ സൗകര്യമുള്ള മറ്റൊരു ആശുപത്രി സർക്കാർ സംവിധാനത്തിലുള്ള. അപ്പൊ സാധാരണക്കാർ ആയ ആളുകൾ ഈ ദൂര സ്ഥലത്തേക്ക് പോകാൻ ഇരിക്കണമെങ്കിൽ അവർ സ്വകാര്യ ആശുപത്രി ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ വലിയ ചികിത്സാ ചെലവ് പണച്ചെലവായി മാറും. ഈ മികച്ച ചികിത്സ സൗജന്യ നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായി ലഭിക്കുന്ന സാഹചര്യം ഇല്ലാതാവും. അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചോളം ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവം തന്നെയാണ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി നടന്നിരിക്കുന്നത്. എന്നാലും ഈ വിഷയത്തിൽ അധികൃതർ ഇടപെടുമെന്നാണ് കരുതുന്നത്. ശരി, എന്തായാലും മഴക്കാലമാണ്. ഒപ്പം രോഗികളൊക്കെ വർദ്ധിക്കുന്ന സമയത്ത് പോലും ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കാനായി ആരോഗ്യ വകുപ്പിന് സാധിക്കുന്നില്ല. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ സുജു ടി ബാബു നൽകിയത്.